ഡിമാലി അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തിരുവനന്തപുരം ആര്യനാട് മധ്യവയസ്കനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കട്ടറക്കോണം സ്വദേശി CS രാജേഷാണ് മരിച്ചത്. ഇന്നലെ മുതൽ കാണാതായ രാജേഷിനെ കാട്ടാക്കട ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം പോരുവഴി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സിനിമാപ്പറമ്പ് വഞ്ചിമുക്ക് ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കുന്നതിന്റെ ഭാഗമായി കൺട്രോളിംഗ് സ്വിച്ച് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് KSEBക്ക് കത്ത് നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിലാണ് പ്രതിഷേധം. കൊല്ലം ശാസ്താംകോട്ടയിൽ എക്സോസ്റ്റ് വാനിൽ ചെമ്പോത്ത് കുടുങ്ങി. മണിക്കൂറുകളോളം മരണവെപ്രാളത്തിൽ കുടുങ്ങിയ പക്ഷിയെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി ചികിത്സ നൽകി. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ഹാരിസ് ബീരാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ പത്രിക സമർപ്പിക്കും. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17-നാണ്. തെരഞ്ഞെടുപ്പ് ഈ മാസം 25-ന് നടക്കും. ഷാഫി പറമ്പിൽ MLA സ്ഥാനം രാജിവെച്ചു. സ്പീക്കറിന്റെ ഓഫീസിലെത്തി രാജി സമർപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് പിന്നാലെയാണ് MLA സ്ഥാനം രാജിവെച്ചത്. കൊച്ചിയിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. വൈപ്പിൻ കുഴിപ്പള്ളിയിൽ വെച്ചാണ് ഓട്ടോ ഡ്രൈവർ ജയയ്ക്ക് മർദ്ദനമേറ്റത്. ഓട്ടോ സവാരിക്ക് വേണ്ടി വിളിച്ച ശേഷമാണ് മർദ്ദനമേറ്റ ജയ ചികിത്സയിൽ. കോട്ടയം വൈക്കം ആറാട്ടുകുളങ്ങരയിൽ ക്ഷേത്രക്കുളത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം കുറുവിലങ്ങാട് സ്വദേശി ഭാസ്കരനാണ് മരിച്ചത്. ശരീരത്തിൽ ആഴമേറിയ മുറിവും കഴുത്തിൽ മുണ്ടു ചുറ്റിയ നിലയിലുമായിരുന്നു മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. കാറിൽ നീന്തൽക്കുളമൊരുക്കി നടുറോഡിൽ വാഹനമോടിച്ച കേസിൽ വ്ളോഗർ സഞ്ജു ടെക്കി സാമൂഹിക സേവനം തുടങ്ങി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച മുതലാണ് സഞ്ജു സേവനം തുടങ്ങിയത്. നിയമലംഘനത്തിന് 15 ദിവസത്തെ സേവനമാണ് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. റോഡ് ക്യാമറ പദ്ധതിയിൽ പണം അനുവദിക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അടുത്ത ഗഡു കോടതിയിൽ കെട്ടിവെക്കണം. 11 കോടി കെട്ടിവെക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഓസ്ട്രേലിയയിൽ 2 മലയാളി യുവതികൾ കടലിൽ വീണ് മരിച്ചു. മരിച്ചത് കണ്ണൂർ നടാൽ സ്വദേശികളായ മർവ ഹാഷിം, നീർഷ ഹാരിസ് എന്നിവർ. നീർഷയുടെ സഹോദരി റേഷ്ന പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സിഡ്നി സതർലൻഡ് ഷെയറിലെ കുർണാലിൽ വിനോദയാത്രയ്ക്കെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് കൊടിയത്തൂരിൽ വൈദ്യുതി ലൈനിൽ മരം പൊട്ടി വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. തോട്ടുമുക്കം അരീക്കോട് റോഡിൽ റബ്ബർ മരമാണ് പൊട്ടി വീണത്. നാട്ടുകാരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഗതാഗതവും വൈദ്യുതിയും പുനഃസ്ഥാപിച്ചു. ബേക്കറി വ്യാപാര പാരമ്പര്യം നിലനിർത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്നതിനും യുവതലമുറയെ ബേക്കറി മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായി ബേക്ക് അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ സ്മാർട്ട് ടീം കോൺക്ലേവ് വാളാഞ്ചേരിയിൽ നടന്നു. IBF അഖിലേന്ത്യാ പ്രസിഡന്റ് PM ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂർ പഞ്ചായത്തിലെ കാഞ്ഞാണിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടൽ കെട്ടിടം അപകടാവസ്ഥയിൽ. മഴക്കാലം ആരംഭിച്ചതോടെ ഹോട്ടൽ ചോർന്നൊലിക്കുകയാണ്. സമീപത്തെ കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് മാലിന്യം പുറത്തേക്ക് വരുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഹോട്ടലിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയമായി മാറിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തൃശൂർ കാഞ്ഞാണിയിൽ അംബേദ്കർ ദിനത്തിൽ കോൺഗ്രസ് നേതാക്കളും പോലീസുമായി നടന്ന തർക്കത്തിൽ 12 പേർക്ക് ശിക്ഷ വിധിച്ച് കോടതി. 1 ദിവസത്തെ തടവും 800 രൂപ പിഴയുമാണ് ശിക്ഷ. കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂപ്പർ ഹിറ്റ് മലയാളം മൂവി തലവൻ സിനിമയുടെ തിരക്കഥാകൃത്തും ആലുവ ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനുമായ ശരത് പെരുമ്പാവൂരിനെയും ടീം അംഗങ്ങളെയും അനുമോദിച്ചു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന IPS അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 9 വയസ്സുകാരന് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 11 വർഷം കഠിന തടവും പിഴയും. പോരുവഴി പള്ളിമുറിത്തറയിൽ വടക്കതിൽ മാഹിനെയാണ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി F മിനിമോൾ ശിക്ഷിച്ചത്. 40,000 രൂപയാണ് പിഴ. പിഴയൊടുക്കാത്ത പക്ഷം 8 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. കൊല്ലം അഞ്ചലിൽ പഞ്ചായത്ത് നിർമ്മിച്ച കലുങ്ക് പൊളിഞ്ഞു. അഞ്ചൽ പഞ്ചായത്തിലെ ചോരനാട് 2-ാം വാർഡിൽ 1.5 മാസം മുമ്പ് നിർമ്മിച്ച കലുങ്കാണ് വാഹനം കയറി പൊളിഞ്ഞത്. പൊളിയ കലുങ്ക് അടിയന്തരമായി നിർമ്മിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കലുങ്ക് നിർമ്മാണത്തിലെ അഴിമതിയാണ് പൊളിയാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. എന്നാൽ കലുങ്ക് പൊളിയാൻ ഇടയാക്കിയ വാഹനത്തിന്റെ ഉടമ കലുങ്ക് നിർമ്മിച്ച് നൽകാമെന്ന് അറിയിച്ചതായി അധികൃതർ അറിയിച്ചു.